കൺസ്യൂമർ സെക്ടർ നമ്മൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് തുടർന്നുള്ള ഡിഫറെന്റ് കമ്മിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിലെ കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്രെഡിറ്റ് സെക്ടർ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ക്രെഡിറ്റ് സെക്ടർ രണ്ട് പ്രധാനമായിട്ടുള്ള അപെക്സ് ബാങ്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും. ദെൻ അതിനുശേഷം നമ്മൾ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, ബാങ്കിങ് മേഖലയിൽ തന്നെയുള്ള ഹൗസിംഗ് ഫെഡറേഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അത് ക്രെഡിറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ അതായത് കർഷകർക്ക് മധ്യവർത്തികളായ മിഡിൽ മാനായിട്ടുള്ള ലാൻഡ് ലോഡിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. ആ ലാൻഡ് ലോഡിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് മതിയായ വില ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃഷി ഉൽപ്പന്നങ്ങൾ മതിയായ വിലക്ക് വിൽക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞു. ദെൻ രണ്ടാമത്തത് ഹൗസിംഗ് ഫെഡറേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹൗസിംഗ് സെക്ടറിലെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഹൗസിംഗ് സെക്ടർ എന്നാൽ സാധാരണ റൂറൽ എന്ന് മാത്രമല്ല അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് കൂടി ബാധിക്കുന്ന പ്രശ്നമായിരുന്നു ഹൗസിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് ഭൂമിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നത് കുത്തനെ കുതിച്ചുയരുന്ന അവസ്ഥയും പലർക്കും താങ്ങാൻ കഴിയാത്ത ഹൗസിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന വലിയ ചെലവും, അല്ലെങ്കിൽ അതിന് മതിയായ ലോൺ ഫെസിലിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങൾ, അതും ഹൗസിംഗ് ഫെഡറേഷനിലൂടെ പല തരത്തിലുള്ള ഹൗസിംഗ് സൊസൈറ്റീസിലൂടെ എന്ത് ചെയ്ത് പരിഹരിക്കപ്പെട്ടു. ദെൻ കൺസ്യൂമർ സെക്ടറിലാണ് ഇനിയൊരു പ്രശ്നം കിടക്കുന്നത്. കൺസ്യൂമറായിട്ട് ബന്ധപ്പെട്ട കൺസ്യൂമറിൽ നിന്ന് എക്സോർബിറ്റന്റ് ആയിട്ടുള്ള പ്രൈസ് ഈടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇനി നേരിടാൻ ഉള്ളത് എന്ന് മനസ്സിലാക്കി കൺസ്യൂമർ രംഗത്ത് ഉള്ള സൊസൈറ്റികൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു മുന്നേറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസ്യൂമർ രംഗത്ത് എന്ത് മുന്നേറ്റമാണ് കൺസ്യൂമർ സൊസൈറ്റി എന്നുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെ നമുക്ക്, എന്ത് മുന്നേറ്റമാണ് കേരളത്തിൽ കൺസ്യൂമർ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കൺസ്യൂമർ സൊസൈറ്റികൾ അവയുടെ ഫെഡറേഷനും ബോത്ത് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കൺസ്യൂമർ സെക്ടർ കൺസ്യൂമേഴ്സിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുകയും അത് കർഷകരിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുകയും പ്രോസസ്സിംഗ് യൂണിറ്റുകളൊക്കെ സ്വന്തമായി ആരംഭിച്ചുകൊണ്ട് ആ പ്രോസസ്സിംഗ് ചെയ്യുകയും ആ മാർക്കറ്റിംഗ് ചെയ്യുന്ന വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെയും ആര് തന്നെയാണ് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് രംഗത്തുള്ള സൊസൈറ്റികളുടെ സഹായം കൂടി ലഭിക്കുന്നുണ്ടെങ്കിൽ കൺസ്യൂമർ സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ കൺസ്യൂമർ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, പ്രൊക്യൂർമെന്റ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെന്റ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ 3P and 1M എന്നുള്ളതിൽ ക്രെഡിറ്റ്,
പ്രൊഡക്ഷൻ ക്രെഡിറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും, കർഷകൻ എന്ത് ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ കൃഷിക്ക് അത് ഉപയോഗപ്പെടുത്തി ആ ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, മാർക്കറ്റിൽ എത്തേണ്ടതുണ്ട്, അതിന് പ്രൊക്യൂർ ചെയ്യണം, അതിനെന്ത് സ്റ്റോറേജ് ഫെസിലിറ്റി, പാക്കിങ്, ബ്രാൻഡിങ് തുടങ്ങി അതിനിടെയുള്ള മാർക്കറ്റിംഗ് വരെയുള്ള പ്രവർത്തനങ്ങൾ ആരും ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്യാൻ കൺസ്യൂമർ സെക്ടറിന് സാധിക്കുന്നുള്ളതാണ്. കൺസ്യൂമർ സെക്ടറിലുള്ള കൺസ്യൂമർ സ്റ്റോർസ് അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡറേഷനുകൾക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് കൺസ്യൂമർ ഫെഡറേഷൻസ് എന്ത് ചെയ്തത്, ആരംഭിച്ചത്. കൺസ്യൂമർ ഫെഡറേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കൺസ്യൂമർ സെക്ടറിൽ കേരളത്തിലെ കൺസ്യൂമർ സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ് അറ്റ് വില്ലേജ് ലെവലിലുള്ളത്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നമ്മൾ പറഞ്ഞു ഫെഡറൽ ബേസിസിലാണ് എന്ത് ചെയ്തത്, ഓർഗനൈസ് ചെയ്തത്. കൺസ്യൂമർ സ്റ്റോർസ് അതിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആർ ഓർഗനൈസ്ഡ് അറ്റ് ദ ടൗൺ ഓർ വില്ലേജ് ലെവലാണ്. അങ്ങനെ 915 പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസ് കേരളത്തിൽ നിലവിലുണ്ട്. ഫെഡറേറ്റഡ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ഫെഡറേറ്റ് ചെയ്ത ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർസിലാണ്. പിന്നെ അത്തരത്തിൽ 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്. അതായത് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറുകൾ അവരെ വില്ലേജ് ലെവലിൽ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യാൻ, വിൽപ്പന നടത്താൻ വേണ്ടി ആരംഭിക്കുന്നു. ആ വിൽപ്പന നടത്താൻ വേണ്ടി ആരംഭിച്ചവയെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ ഡിസ്ട്രിക്ട് ലെവലിൽ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഉണ്ടാകുന്നു, അവയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോർസ് ആയിട്ട്. അത്തരം 14 ഡിസ്ട്രിക്റ്റിലും 14 ഹോൾസെയിൽ സ്റ്റോറുകൾ കോപ്പറേറ്റീവ് സ്റ്റോർസ് കേരളത്തിലുണ്ട്. അതിന്റെ ഏറ്റവും അപെക്സ് ബോഡി ആയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനും ഉണ്ട്. ഇതാണ് ഒരു മുഴുവൻ ചിത്രം. ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ സേവനങ്ങൾ ലഭിക്കുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർസ് അത് സേവനങ്ങൾ നൽകുന്നത് പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസിനാണ്. അങ്ങനെ ഒരു ഫെഡറൽ ബേസിസിലെ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ 3633 സ്കൂൾ കോപ്പറേറ്റീവ് സ്റ്റോർസ് കേരളത്തിലുണ്ട്. 3 യൂണിവേഴ്സിറ്റി സെൻട്രൽ സ്റ്റോർസ് ഉണ്ട്. 2 റീജിയണൽ സെൻട്രൽ സ്റ്റോർസ് ഫോർ സ്കൂൾ കോപ്പറേറ്റീവ്സ് ഉണ്ട്. സ്കൂൾ കോപ്പറേറ്റീവ്സിൽ 2 റീജിയണൽ സെൻട്രൽ സ്റ്റോർസ് ഉണ്ട്. കോപ്പറേറ്റീവ് കാന്റീൻസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത്രയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ആകെ ചിത്രം. കൺസ്യൂമർ ഫെഡ് എന്താണ്, എന്തൊക്കെയാണ് കൺസ്യൂമർ ഫെഡ് നൽകുന്ന സേവനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇത് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസ്യൂമർ ഫെഡറേഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, അതായത് അതിന്റെ ചുരുക്കപ്പേരാണ് കൺസ്യൂമർ ഫെഡ് സ്റ്റാർട്ട് ചെയ്തത്. അപെക്സ് ബോഡിയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ. രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 4th സെപ്റ്റംബർ 1965 അതിന്റെ സ്റ്റാർട്ടർ ഫംഗ്ഷനിങ് നടന്നത് 7th ഒക്ടോബർ 1965. എന്താണ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ നടത്തുന്ന സേവനങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കൺസ്യൂമർ ഫെഡറേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? To make a bulk procurement of consumer goods and supply to affiliated and other cooperative societies and arrange proper storage, packing, grading and transport of such goods. അതായത് ബൾക്കായി എന്ത് ചെയ്യുക, സാധനങ്ങൾ എന്ത് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക, എന്നിട്ട് കൺസ്യൂമേഴ്സ് അത് സപ്ലൈ ചെയ്യുക അതിന്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്.
അതിന് വേണ്ടി സ്റ്റോറേജ് ഫെസിലിറ്റി, പാക്കിംഗ് ഫെസിലിറ്റി, ഗ്രേഡിങ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഒക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇത്രയാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാം കൺസ്യൂമർ സൊസൈറ്റിയുടെ. രണ്ടാമത്തേത് സപ്ലൈ ചെയ്യുക അറ്റ് റീസണബിൾ പ്രൈസിൽ എന്ന് പറയും. ഈ സപ്ലൈ ചെയ്തതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് റീസണബിൾ പ്രൈസിലായിരിക്കും, അത് പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ആൻഡ് മെഷേഴ്സിലായിരിക്കും, പ്യുവർ ആൻഡ് ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആയിരിക്കും. മാത്രമല്ല ഇത് ഫങ്ഷൻ ചെയ്യുന്നു ആസ് എൻ ഏജന്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ടു ഇമ്പോർട്ട് കൺസ്യൂമർ ഗുഡ്സ് വെനെവർ നെസസറി. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റ് ആയിക്കൊണ്ട് കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഏജന്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, ഫങ്ഷൻ ചെയ്യുക. ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമാണെങ്കിൽ ഇമ്പോർട്ട് കൂടി ചെയ്യുക കൺസ്യൂമർ ഗുഡ്സിന്റെ. ഈ ഫങ്ഷൻ ഇത് കൂടി to function as an agent for distribution of consumer goods and to import consumer goods whenever necessary. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസിങ് യൂണിറ്റ്. മാർക്കറ്റിംഗ് ഫെഡറേഷനിലും ചെയ്യുന്ന പോലെ തന്നെ പ്രോസസിങ് യൂണിറ്റുകൾ ആരംഭിക്കുക, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ആരംഭിക്കുക, അത് റൺ ചെയ്യുക, എന്നിട്ട് സ്വന്തം തന്നെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറക്കുക, സ്വന്തമായിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ഇറക്കുക. അതുകൊണ്ട് എന്ത് നടക്കും എന്ന് പറഞ്ഞാൽ പ്രൈസ് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു അണ്ടർടേക്ക് സച്ച് പ്രൊമോഷണൽ ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞു ബൾക്ക് പ്രൊക്യൂർമെന്റ്, രണ്ടാമത്തേത് ഫങ്ഷൻ ആസ് ആൻ ഏജന്റ്, മൂന്നാമത്തേത് എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ മാനുഫാക്ചറിംഗ് പ്രോസസ് യൂണിറ്റ്സ്, നാലാമത്തേത് ടു അണ്ടർടേക്ക് സച്ച് പ്രൊമോഷൻ ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്യും? ഈ കൺസ്യൂമർ ഫെഡറേഷൻ വഴി ചെയ്യും. കൺസ്യൂമർ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്, അതിന്റെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ലോ ക്ലാസ് മാത്രമല്ല മിഡിൽ ക്ലാസ് ഇൻകം ഗ്രൂപ്പിന് കൂടി എന്താണ് ഗുണകരമാകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. അത് കൺസ്യൂമേഴ്സ് ഒക്കെ തന്നെ അവരുടെ പ്രൈസ്, എക്സോർബിറ്റഡ് ആയിട്ടുള്ള പ്രൈസിന് എന്ത് ചെയ്യുന്നു കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തത്, സ്ഥാപിച്ചത്. അപ്പൊ ഇത്തരം കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ബൾക്കായിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊക്യൂർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് കുറഞ്ഞ ചീപ്പ് പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, പുവർ ക്വാളിറ്റി ഉള്ള അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നു, സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. അത്തരത്തിൽ സപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തമായിട്ടുള്ള പ്രോസസ്സിങ് യൂണിറ്റുകൾ ഉണ്ടാക്കി സ്വന്തമായിട്ടുള്ള ബ്രാൻഡുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, മാർക്കറ്റിലെത്തിക്കാൻ സാധിക്കുന്നു. ഇത് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു, പാക്കിങ്ങിന് സാധിക്കുന്നു, ഗ്രേഡിങ് ചെയ്യാൻ സാധിക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ സാധനങ്ങൾക്ക് ഷോർട്ടേജ് നേരിടുന്ന ഘട്ടത്തിലൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത് അതിന് വേണ്ട പ്രൊമോഷണൽ മെഷേഴ്സ് എടുക്കാൻ സാധിക്കുന്നു. ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, ഇതിനു വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസസ് നൽകേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ ടെക്നിക്കൽ ആക്ടിവിറ്റീസ് വഴി നൽകാൻ സാധിക്കുന്നു. ഇങ്ങനെ തുടങ്ങി കൺസ്യൂമേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ ഫെഡറേഷൻ എന്ത് ചെയ്യുന്നത് നിലകൊള്ളുന്നത്. അത് നാഷണൽ എക്കണോമിയിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് സെഗ്മെന്റുകളാണ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റും ഇതിൽ ഒന്നാമത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും അതിന് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.
ദെൻ അതിൻ്റെ ശേഷമാണ് ഡിസ്ട്രിബ്യൂഷനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനലായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കൺസ്യൂമർ ഫെഡറേഷൻ എന്നുള്ളത്. അവ എത്രത്തോളം സുശക്തമാണോ അതിനനുസരിച്ച് അതിൻ്റെ ഗുണം ആർക്ക് ലഭിക്കും? ഇതിൻ്റെ കൺസ്യൂമേഴ്സിന് ലഭിക്കും, മെമ്പേഴ്സിന് ലഭിക്കും എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി സർവീസ് മോട്ടായിട്ട് കൊണ്ടുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൻ്റെ ഡിസ്ട്രിക്ട് ലെവലായിട്ടുള്ള സൊസൈറ്റിയും അവയ്ക്ക് തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒരു അപെക്സ് സൊസൈറ്റി ഉണ്ടായാൽ സ്റ്റേറ്റ് ലെവലിൽ ഒരു ഫെഡറേഷൻ ഒക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും? അതിൻ്റെ എഫക്റ്റ് സൊസൈറ്റിയിൽ മൊത്തത്തിൽ ബാധിക്കും. അത് പ്രൈസിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനൊക്കെ ഉപകരിക്കും. നമുക്കറിയാം സപ്ലൈകോ എല്ലാം അത്തരത്തിൽ എന്ത് ചെയ്യുന്നു? പ്രൈസിനെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. നമ്മുടെ നീതി സ്റ്റോഴ്സ് ഒക്കെ എന്താണ് പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവയുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന ചീപ്പർ പ്രൈസിൽ ക്വാളിറ്റി അൺഅഡൾട്രേറ്റഡ് ആയിട്ടുള്ള പ്യുവർ ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നു? മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വിൽക്കപ്പെടുന്നതുകൊണ്ട് തന്നെ അവയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു? മറ്റുള്ളവർ പ്രൈസ് നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ ഇതിന് സാധിക്കുന്നു. അത്തരത്തിൽ വലിയൊരു റോളാണ് കൺസ്യൂമർ ഫെഡറേഷൻ ഉള്ളത്. കൺസ്യൂമർ ഫെഡറേഷന്റെ മെമ്പർഷിപ്പ് നോക്കാം. 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ആണ് അതിൽ മെമ്പർ. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുമാണ്. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അഡ്മിറ്റഡ് ആസ് ആൻ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടാണ് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ചേർത്തിട്ടുള്ളത്. Then share capital, 99% of share capital, paid up capital is contributed by state government. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിനാവശ്യമായിട്ടുള്ള 99% paid up capital എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദെൻ മാനേജ്മെന്റ് എങ്ങനെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജ്മെന്റ് അധികാരമുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. അതിൽ കൺസിസ്റ്റിംഗ് ഓഫ് 18 മെമ്പേഴ്സ് ആണുള്ളത്. 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ, 14 പേര് ജില്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളിൽ നിന്നും. ദെൻ 3 നോമിനീസ് ഓഫ് ഗവൺമെന്റ് ആയിരിക്കും. 3 പേര് നോമിനികളും ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ഒരാൾ മാനേജിംഗ് ഡയറക്ടർ. അങ്ങനെ 18 പേരുള്ള കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത്? മാനേജ്മെന്റ്. ഈ 3 നോമിനീസിൽ ഇൻക്ലൂഡ് ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരാൾ രജിസ്ട്രാർ എന്ത് ചെയ്തു? നോമിനിയിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് നോക്കുമ്പോൾ ഹെഡ് ഓഫീസ് എറണാകുളമാണ്. കേരള കൺസ്യൂമർ ഫെഡിന്റെ എറണാകുളമാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. അവയുടെ സോണൽ ഓഫീസസ് 3 ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ. 3 സോണൽ ഓഫീസസ് ഉണ്ട്. 11 റീജിയണൽ ഓഫീസസും വഹിക്കുന്നുണ്ട്. ഇതാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. നമ്മൾ പറഞ്ഞത് കൺസ്യൂമർ സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് വില്ലേജ് ലെവലിലും അതിൻ്റെ ഡിസ്ട്രിക്ട് ലെവലായിട്ടുള്ള കോപ്പറേറ്റീവ് സ്റ്റോറുകളുണ്ട്. അതിൻ്റെ അപെക്സ് ആയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഉണ്ട്. സ്കൂൾ കോപ്പറേറ്റീവ്സ്, യൂണിവേഴ്സിറ്റി സെൻട്രൽ സ്റ്റോർസ്, റീജിയണൽ സെൻട്രൽ സ്റ്റോർസ്, കോപ്പറേറ്റീവ് ക്യാൻറ്റീൻസ് ഉണ്ട്. കൺസ്യൂമർ ഫെഡറേഷൻ ഉള്ള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് എന്ത് ചെയ്യുന്നത്? അപെക്സ് ബോഡി പറഞ്ഞു. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ബൾക്കായി പ്രൊക്യൂർ ചെയ്യുക കൺസ്യൂമർ ഗുഡ്സ്, അവ സ്റ്റോർ ചെയ്യുക, പാക്കിംഗ് ചെയ്യുക, ഗ്രേഡിങ് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കുക, ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അണ്ടർടേക്സ് പ്രൊമോഷൻ ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്. ദെൻ നെക്സ്റ്റ് 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് മെമ്പർഷിപ്പ് ആയിട്ടുള്ളത്. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അഡ്മിറ്റഡ് അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടാണ്. 99% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. നമ്മൾ മാനേജ്മെന്റ് പറഞ്ഞു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 18 മെമ്പേഴ്സ് ആണുള്ളത്. 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസും 3 നോമിനീസ് ഓഫ് ഗവൺമെൻറ്റും
മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ്, ഹെഡ് ഓഫീസ് എറണാകുളമാണ്. 3 സോണൽ ഓഫീസസ്, 11 റീജിയണൽ ഓഫീസസ്. നാഷണൽ ലെവലിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നാഷണൽ ലെവലിലും ഒരു കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഉണ്ട്. അതിൻ്റെ കീഴിലാണ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ വരിക. അതിന് തൊട്ട് താഴെയായി ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോഴ്സ് വരുന്നു. ഇവയുടെയൊക്കെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഫുള്ളായിട്ടാണ്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിന്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയെന്ന് പറയുകയാണെങ്കിൽ to arrange for the purchase of consumer goods and their sale to its members and the public at reasonable price. കൺസ്യൂമർ ഗുഡ്സ് എന്ത് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക എന്നുള്ളത്. ടു സെറ്റപ്പ് മാനുഫാക്ചർ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. ഇതേ തന്നെ സ്റ്റേറ്റ് ഫെഡറേഷൻ ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിനുള്ളത്. ടു ഡെവലപ്പ് ആൻഡ് അസിസ്റ്റ് കോർഡിനേറ്റ് ദ വർക്ക് ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്. അഫിലിയേറ്റഡ് സൊസൈറ്റീൻ്റെ വർക്കിനെ എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക. റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക. ഇതൊക്കെയാണ് ഹോൾസെയിൽ സ്റ്റോറുകളുടെ. കൺസ്യൂമർ ഫെഡറേഷന്റെ ഏരിയ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റേറ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തുള്ളത്, മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. മാനേജ്മെന്റ് ജനറൽ ബോഡിയാണ്. എല്ലാ മെമ്പേഴ്സും, എല്ലാ 1 റെപ്രസെൻറ്റേറ്റീവ് ഈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ നിന്നുണ്ടാവുന്ന ഗവൺമെന്റ് നോമിനീസ്, മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടുന്ന ജനറൽ ബോഡി ഉണ്ടാവും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് തിരഞ്ഞെടുക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇനി പറയാനുള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾക്കൊള്ളുന്നത് 7 മെമ്പർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഓക്കെ, ഇതാണ്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു 18 മെമ്പേഴ്സ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് പറഞ്ഞു, ഹെഡ് ഓഫീസ് എറണാകുളം, 3 സോണൽ ഓഫീസസ്, 11 റീജിയണൽ ഓഫീസസ്. ദെൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 7 മെമ്പേഴ്സ് ഉള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. 7 മെമ്പേഴ്സ് ഉള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണുള്ളത് എന്ന് പറഞ്ഞു.